ഹായ് ഹലോ നമസ്കാരം. മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ ചില മുൻകരുതലുകൾ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അസുഖങ്ങൾ മാറിയും മറിഞ്ഞും വരുന്നു. എന്നാൽ ചില രോഗങ്ങൾ ജീവന് തന്നെ ഭീഷണിയാണ്. അതിലൊന്നാണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. വീടുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ സൽക്കാരങ്ങളിലോ ഒക്കെ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. ഇതിൽ കീടാണുക്കൾ കയറാനും ഈച്ച പോലുള്ള ചെറുപ്രാണികൾ പടർത്തുന്ന രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം, സൽക്കാരം പോലുള്ള ചടങ്ങുകളിൽ നമുക്ക് തരുന്ന വെൽക്കം ഡ്രിങ്ക് അത് മൂടി വെച്ച് ഉപയോഗിക്കുക. ആവശ്യക്കാർക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അതിനുപയോഗിക്കുന്ന വെള്ളം വളരെയധികം ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം നല്ല ചൂടിൽ തിളപ്പിച്ച് അണുക്കൾ നശിപ്പിക്കുക. അതിനുശേഷം ചെറു ചൂടോടെയോ തിളപ്പിച്ചാറിയോ ഉപയോഗിക്കാം. തുറസായ സ്ഥലത്തുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പഴക്കടകളിലും ഉന്തുവണ്ടികളിലുമൊക്കെ മുറിച്ചതോ തുറന്നു വെച്ചതോ ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നത് വളരെ അപകടകരമാണ്. സൂക്ഷിക്കുക. ചില മുൻകരുതലുകൾ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകുക. പൊതുസ്ഥലങ്ങളിൽ, അതുപോലെ സൽക്കാരങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ അതിലൊക്കെ പോയതിനു ശേഷം കൈകൾ സാനിറ്റൈസ് ചെയ്യുകയോ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ ചെയ്യുക. കുട്ടികളുടെ വിസർജ്യങ്ങൾ ടോയ്ലറ്റിൽ മാത്രം ഉപേക്ഷിക്കുക. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനങ്ങൾ നടത്താതിരിക്കുക. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുക. ശരീരവേദന, പനി, ക്ഷീണം, ഓക്കാനം, ഛർദി, വയറുവേദന, മൂത്രത്തിനും കണ്ണിനും ശരീരത്തിനും മഞ്ഞ നിറം ഇതൊക്കെ കണ്ടാൽ ഡോക്ടറെ കാണിക്കുക. സ്വയം ചികിത്സ ആപത്താണ്. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും ഹെൽത്ത് ആൻഡ് ഗ്ലോയുടെ മറ്റൊരു എപ്പിസോഡുമായി കാണാം. ബൈ.